നീ വന്നതിന് ശേഷം പ്രണയത്തിന്റെ അർത്ഥം മാറി എന്നെപ്പോഴെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട പാർട്ട്ണറും അത് പറഞ്ഞ പാർട്ട്ണറും ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാല് ചില മനുഷ്യരെ കാണുമ്പോൾ അവർ മുമ്പ് എവിടെയോ കണ്ടതുപോലെ തോന്നും. ആദ്യമായി സംസാരിക്കുമ്പോഴും വർഷങ്ങളായി പരിചയമുള്ള പോലെ അനുഭവിക്കും. അവരുടെ സുഖമാണോ അല്ലെങ്കിൽ എന്തൊരു വാക്ക് കേൾക്കുമ്പോഴേക്കും നമ്മൾ അത്രയും സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ദിവസം മുഴുവൻ മനോഹരമാവുകയും ചെയ്യും. പക്ഷെ അവരുടെ ഒരു പുഞ്ചിരി ഒന്ന് ഇല്ലാതായി കഴിഞ്ഞാല് നമ്മളുടെ മനസ്സത്രയും പെടയും എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ വിഷമങ്ങളും മറക്കാൻ ചെറിയൊരു പുഞ്ചിരി മാത്രം മതി. അതില്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ്. ഓക്കെ, അപ്പോഴാണ് മനസ്സിലാവുന്നത് പ്രണയം ചിലപ്പോൾ വലിയ പ്രഖ്യാപനത്തിലൂടെ അല്ല, ചെറിയ നിമിഷങ്ങളിലൂടെയാണ് തുടങ്ങുന്നത് എന്നുള്ളത്. ചെറിയൊരു മൊമെന്റ് മതി. ഓക്കെ, അതും സ്നേഹത്തിന്റെ ഭാഗം തന്നെയാണ്. യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയം ദിവസം മുഴുവൻ സംസാരിക്കുന്നതിനല്ല, സംസാരിക്കാതെ ഇരുന്നാലും മനസ്സിൽ ഒരുമിച്ച് ഉണ്ടാകുന്നതാണ്. അവരെ മാറ്റാൻ ശ്രമിക്കാതെ അവരെ ആരാണോ അതുപോലെ സ്വീകരിക്കുന്നതാണ് സ്നേഹം. അതായത് ഒരു വ്യക്തിക്ക് മോശപ്പെട്ട സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റുന്നത് തെറ്റില്ല. പക്ഷെ ആ മോശപ്പെട്ട സ്വഭാവം അല്ലാതിരുന്നിട്ട് പോലും ഞാൻ പറയുന്ന പോലെ ആവണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം പോലെ ആവണം എന്ന് പറഞ്ഞ് മാറ്റാൻ നോക്കുന്നത് സ്നേഹമല്ല, അത് ഭരണമാണെന്ന് മനസ്സിലാക്കാം. സന്തോഷിക്കുന്നത് വേണം, നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല അവരുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാം. അതുപോലെ അവർക്ക് സങ്കടം വന്നാൽ അവിടെ കൂടെ നിൽക്കുക, സന്തോഷം വന്നാൽ ഒരുമ അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കാരണം സ്നേഹമെന്ന് പറയുന്നത് സ്വന്തമാക്കാൻ അല്ല, അത് സ്വന്തമാക്കുന്നതല്ല, പരസ്പരം മനസ്സിലാക്കുന്നതാണ്. സ്വന്തമാക്കണം, പക്ഷേ അതിൽ കൂടുതൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം എന്നതാണ്. ഒരു ദിവസം നമ്മൾ രണ്ടുപേരും ഒരേ ആകാശത്ത് നോക്കും, ഒരു ചന്ദ്രനെ കാണും. അപ്പോൾ ഞാൻ മനസ്സിൽ പറയുന്ന ഒരു വാക്കുണ്ടാവും, ദൂരം എത്രയുണ്ടെങ്കിലും എൻ്റെ പ്രാർത്ഥനകളിൽ നീ എപ്പോഴും ഉണ്ടാകും. സ്നേഹം ഒരാൾ നഷ്ടപ്പെടുമോ എന്ന ഭയം എല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ വിശ്വാസമുള്ള സ്നേഹം ദൂരത്തെക്കാൾ ശക്തമാണ് എന്നുള്ളതാണ്. ഈ പ്രണയം ഒരാളെ സ്വന്തമാക്കുന്നതല്ല, അവരെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഹൃദയത്തിലാണ് ഉണ്ടാവുക. ഇന്നീ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരാളുടെ മുഖം തെളിയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വിലപ്പെട്ടതാണെന്ന് അറിയാൻ മടിക്കരുത്. കാരണം സമയം ഒരിക്കലും കാത്തു നിൽക്കില്ല, പക്ഷെ പറയാത്ത സ്നേഹം ജീവിതകാലം മുഴുവൻ ഒരു നഷ്ടബോധമായി അവശേഷിക്കും. സോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ വരാനിരിക്കുന്ന വലിയ വലിയ വെല്ലുവിളികൾ നേരിടാൻ നിങ്ങൾ പ്രാപ്തനാവുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ടും പരസ്പരം മനസ്സിലാക്കി സ്വന്തം പാർട്ട്ണറൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.